മൂഡ് ഓണെന്ന് പറ. റഹ്മാൻ സാറിനെ മീറ്റ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ വിറച്ചാകെ അലമ്പായിരുന്നു. പിന്നെ അതിനൊരു മൂഡ് വേണം. എനിക്കൊരു മൂഡില്ല ആക്ച്വലി. ആണോ, ഞാൻ പറയും ഒന്നും നോക്കണ്ട, ഇതുള്ളൂ 5 മിനിറ്റ് ഉള്ളൂ, വെറുതെ എന്തിനാണ് ആ സാധനം പറയും. ചില ടെൻഷൻ അടിക്കണ്ടോ, അങ്ങനെ അതില് കാര്യമില്ല. മാണിക്കല്ലാൽ മേഞ്ഞുമെനഞ്ഞേ മാമണിക്കൊട്ടാരം, താഴിട്ടടച്ചാൽ താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം, കുളിരം വിളിക്കൊമ്പനും മാവണി തുമ്പിയും മയ്യണി കണ്ണുമായി കാവല് നിൽക്കണ മായ കൊട്ടാരം, എന്റെ മോഹക്കൊട്ടാരം. ഏറ്റവും കൂടുതൽ പാടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ജോണർ ഏതാണ്? എനിക്കിഷ്ടം ഗസലാണ് പാടാൻ. ഗസലാണ്. ഞാൻ റൊമാൻറ്റിക് സോങ്സ് അതന്നെ, സ്ലോ മെലഡി പരിപാടിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പാടാൻ. കേൾക്കാനോ? കേൾക്കാൻ ഗസൽ. ഞാൻ ഡ്രൈവില് ഗസൽ, കവാലി അതൊക്കെയാണ് കൂടുതലും ഡ്രൈവില് പോകുമ്പോ വെക്കാറുള്ളത്. സ്ലോ മെലഡി പാട്ടിന്റെ ആളാ തോന്നുന്നു. ഗസൽ കേൾക്കാൻ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അതിന്റെ കൂടെ ഈ പറയുന്ന പോലെ അർജിത്തിന്റെ പാട്ടിലേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അർജിത്തിന് ഭയങ്കര ഫാൻ. അപ്പൊ അത് കേൾക്കാൻ ഇഷ്ടമാണ്. പുള്ളിയുടെ എല്ലാരും കേൾക്കുന്ന സോങ്സ് അല്ല, പുള്ളിയുടെ കുറച്ച് ബംഗാളി പാട്ടുകളുണ്ട്, അത് ഭയങ്കര രസം കേൾക്കാൻ. അപ്പൊ അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ, അങ്ങനത്തെ ഒക്കെ പ്ലേലിസ്റ്റ് ആണ് എന്റെ. ഭയങ്കര മിക്സ് ആയിട്ടുള്ള പ്ലേലിസ്റ്റാ. നമുക്ക് അതിന്റെ ഒരു 4 വരി. कैसे छुपाऊं राज़े गम, दीदाए दर्द को क्या करूं, दिल के तपिश को क्या कहूं, सोजे जिगर को क्या करूं, सोजे जिगर को क्या करूं, कैसे छुपाऊं राज़े गम. അടിപൊളി, നല്ല ഫീൽ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഹിന്ദുസ്ഥാനും കൂടി പഠിച്ചോണ്ട് കുറച്ചും കൂടി ഫീല് പ്രാക്ടീസുമാണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ റൊമാൻറ്റിക് സോങ്സ് ഒക്കെ പാടുമ്പോ ആ ഫീല് എങ്ങനെയാണ് കൊടുക്കണത്? അങ്ങനെ പണ്ടത്തെ റൊമാൻസ് അങ്ങനൊന്നുമില്ല. അങ്ങനെ ആലോചിച്ചാ ഫീൽ കിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കലി ഇപ്പോ വരികൾക്കനുസരിച്ച് ഫീൽ കൊടുക്കുന്ന അതിൽ ഞാൻ കണ്ടുള്ള ഒരു ശ്രീരാഗാണ്. ശ്രീരാഗ് ഭയങ്കര ഈ പറയുന്ന പോലെ ഓരോ ഇതിനനുസരിച്ച് അവൻ അത് ഇൻബിൽട്ട് ആയിട്ട് കുറെ ആൾക്കാർക്ക് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി വരി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അത് കുറെ എക്സ്പീരിയൻസ് ചെയ്തതിന്റെയും എക്സ്പീരിയൻസ് ചെയ്തല്ല, സ്റ്റേജിലെ പാടി എക്സ്പീരിയൻസ് ഉണ്ടായതിന്റെ കുറെ പരിപാടി. ഫാൻസിനൊക്കെ എങ്ങനെയാ കോളേജിലുള്ള സമയത്തും റിയാലിറ്റി ഷോസ് കഴിഞ്ഞ് ഇങ്ങനെ അടുത്തടുത്ത ഇപ്പൊ അത്രയില്ല, അത്യാവശ്യം കോളേജ് സമയത്തൊക്കെ അപ്പോഴേക്കും ഒരു സിംഗറൊക്കെ ആയി ഒരാളായിരുന്നല്ലോ. കോളേജിന് മുന്നേ തന്നെ ആൽബം സോങ്സ് ഒക്കെ പാടി തുടങ്ങി. അതിന് മുന്നേ അത്യാവശ്യം നാട്ടില് കുറച്ച് ഫേമസ് ആണ് പറയുന്ന കുറെ ഷോസിലുണ്ടായിട്ടും. പിന്നെ ആൾക്കാർക്ക് അറിയാം ഇവൻ പാടുന്ന ആളാണ്, പിന്നെ എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ കുറച്ച് ഇഷ്ടംപോലെ ഫാൻസുകൾ, ഗേൾസ് ഒക്കെ ഇഷ്ടംപോലെ ചോദിക്കുന്ന ചോദ്യം, ഗേൾസ് ഫാൻസ് അങ്ങനൊന്നുമില്ല. ഇല്ലേ? ഉണ്ട്, പിന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ അധികം അങ്ങനെ. എങ്ങനെയാ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ്? അപ്പൊ മെസ്സേജസ് വരും, പിന്നെ നേരിട്ട് സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഏതൊരു കോളേജിൽ ഇതോളം ഞാൻ കോഴിക്കോട് ഒരു കോളേജിൽ പോയപ്പോ ഒരു കുട്ടീന്ന് വിറക്കുക കണ്ടിട്ട്, അപ്പൊ അത് സംസാരിക്കുമ്പോ കണ്ടിട്ട് ഭയങ്കര ഫാനായിട്ട് നേരിട്ട് കണ്ടപ്പോ മറ്റേ പറ്റുന്നുണ്ട് കൂട്ടുകാരുണ്ടോന്നൊക്കെ, ഇവളൊന്ന് വിറക്കങ്ങളെ കണ്ടിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത്, അപ്പൊ അപ്പോഴും നമ്മള് ആ ടൈമിലൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ഫാൻ ബേസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ അങ്ങനെ കരുതുന്ന സമയമാണ്. നമ്മുടെ ഫാൻ ബേസ് കുറഞ്ഞു വരുന്നുണ്ടല്ലോ കരുതുമ്പോഴാണ് ഇങ്ങനെയുള്ള ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് അപ്പോ ഇപ്പോഴും ഉണ്ടല്ലേ പരിപാടി, ആ സാധനം വരും നമുക്ക് ഓട്ടോമാറ്റിക്കലി. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇപ്പോഴും. ഇപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. താങ്ക് യു. അതെ, ഇനിയും ഇങ്ങനെ പ്രപ്പോസൽ സീൻസ് ഒക്കെ കിട്ടാറുണ്ടോ? അങ്ങനത്തെ ഇല്ല, അങ്ങനെ ഇല്ല. അതൊക്കെ വെറുതെ കുറെ ആൾക്കാർ പറയുന്നതാ. എനിക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പണ്ടൊക്കെ എന്തൊക്കെ 2-3 വന്നിരുന്നല്ലാതെ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് പഠിക്കുമ്പോഴും പിന്നെ നമ്മള് ഈ ഷോ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തൊക്കെ അങ്ങനെ അത്യാവശ്യം ആൾക്കാര് അങ്ങനെ കമ്പനി അടിച്ച് ഇങ്ങനെ അങ്ങനെയൊക്കെ വന്നിരുന്നു. പിന്നെ അതങ്ങനെ അങ്ങനൊന്നും ഇല്ല. ഈ പറയുന്ന പ്രപ്പോസൽ പരിപാടി അങ്ങനെ അധികം ഒന്നും ഇല്ല എന്നാണ് എനിക്കറിയാവുന്നത്. കിട്ടുന്ന ആൾക്കാര് പറയണ്ട ഇവരെന്താണ് ഈ പറയണത് എത്ര. പിന്നെ അതിനൊരു മൂഡ് വേണം. എനിക്കൊരു മൂഡില്ല ആക്ച്വലി. ഈ ഇങ്ങനെ ഉമ്മമാര് അമ്മമാരൊക്കെ വന്നിട്ടൊക്കെ പറയാറ്. അതൊക്കെ ഉണ്ട്. അത് ഇപ്പോഴും പറയും. ഇപ്പൊ ഞാനിപ്പോ സ്റ്റാർ സിംഗറിൽ ഗ്രൂമർ ആയിട്ടുണ്ട്. അപ്പൊ ഉമ്മാനെ വിളിച്ച്
ഉമ്മയുടെ ബന്ധുക്കൾ പറയും ഞാൻ മോനെ കണ്ടിരുന്നു കേട്ടോ ടി വിയിൽ കാണാറുണ്ട് ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഉമ്മക്ക് ഭയങ്കര ഇതിപ്പോ, കാരണം മുന്നേ സരിഗമപ്പുള്ള പറഞ്ഞിരുന്നു. പിന്നെ ചോദിക്കുമ്പോ ഷോസിന് ദുബായിൽ അവിടെ എടുക്കണം എന്ന് പറയും. പക്ഷെ ആൾക്കാർക്ക് ലൈം ലൈറ്റിൽ കാണുന്ന എപ്പോഴും ആൾക്കാർ ടി വി കാണുമ്പോഴാണ്. അപ്പൊ ഇവൻ ഇവിടെ ഉണ്ടെന്ന് കാണുന്ന ടി വി ആണ്. അപ്പൊ ഉമ്മാനെ വിളിച്ചിട്ട് പറയും മോനെ കണ്ടു ടി വിയിൽ കണ്ടിട്ടോ അതൊക്കെ പറഞ്ഞു. അപ്പൊ ഉമ്മ ഇങ്ങനെ പറയും ഇങ്ങനെ വിളിച്ചത് പൈത്ത പറഞ്ഞിരുന്നു അങ്ങനെ സന്തോഷം. അതെ, അങ്ങനെ പറയാറുണ്ട്. ഈ സിനിമയിലേക്കുള്ളൊരു കോൾ എങ്ങനെയായിരുന്നു പ്ലേ ബാക്കിങ്ങിലേക്ക് വരുന്നത്? അത് പ്രതീക്ഷിതമായിട്ട് വളരെ ആക്സിഡന്റലി വന്നൊരു കോളായിരുന്നു. അത് അനൂപേട്ടനാണ്, നമ്മുടെ പരാക്രമം ആ ഒരു പടത്തിന്. അപ്പൊ ആ പടമാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അനൂപേട്ടൻ പറഞ്ഞൊരു അല്ല അനൂപേട്ടനല്ല ക്രിസ്റ്റകലയുണ്ട് സിംഗർ, ക്രിസ്റ്റകല എന്നെ വിളിച്ചു. ഇങ്ങനെ അനൂപേട്ടൻ്റെ ഒരു വോയിസ് ഇങ്ങനെ നിന്റെ വോയിസ് ഇട്ട് ഇഷ്ടമായി, അപ്പൊ ഇങ്ങനെ ഒരു പാട്ട് പാടിക്കാൻ എന്താ വർക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയിട്ട് റഫ് പാടിയതാണ് ആ ഒരു പാട്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് കൺഫേം ആയെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ മറ്റേ പരാക്രമം എന്ന് പറയുന്ന ദേവമോഹൻ അഭിനയിച്ച പടത്തിലെ പാട്ടായിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷമായി, കാരണം ആദ്യമായിട്ട് പ്ലേ ബാക്ക് അത് നല്ലൊരു സോളോ ആയിരുന്നു. അതെ, സോളോ സോങ്, അതിന്റെ വിഷ്വൽസും നല്ല, അതെ അതെ ഭയങ്കര പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു വിഷ്വൽസ് ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് ഫിലിമിൽ സോളോ സോങ് കിട്ടാന്നൊക്കെ ഭയങ്കര നല്ല ഫീലുള്ളൊരു പാട്ടും കൂടിയാണ്. പടം ആദ്യമായിട്ടുള്ളൊരു പടം പാടുന്ന സമയത്ത് പക്ഷെ പാടിക്കഴിഞ്ഞപ്പോ തിയേറ്ററിൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പോയിട്ട് ഭയങ്കര മൂടായിരുന്നു. ആക്ച്വലി അതിന് മുന്നേ കുറെ പടങ്ങളില് കട്ട് മറ്റേ RR കുറച്ച് പാട്ടിലൊക്കെ പാടിയിട്ടുണ്ട്. മറ്റേ പടത്തിന്റെ പേര് ഷൈനിക അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നു. ആ പടത്തിൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു 4 വരി അത് കൈലാസ് ഏട്ടന് വേണ്ടി പാടിയത്, കൈലാസ് മേനോന്. അപ്പൊ അങ്ങനെയൊക്കെ പാടി. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷെ ഒരു സോളോ സോങ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര പരിപാടിയായിരുന്നു. എനിക്ക് ചേച്ചി അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഞാൻ എന്റെ ഒരു ഫസ്റ്റ് മൂവി ആയിരുന്നു. പെട്ടെന്ന് എന്താ പറയാ പാട്ട് അതിൽ പാടിയെന്ന് പറഞ്ഞപ്പോ ഞാൻ അത് വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് എനിക്കത്. അതുകൊണ്ടേ ഞാൻ ചോദിച്ചത് തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. സോളോ സോങ് ആണല്ലോ. അതെ അതെ, അതിന്റെ വിഷ്വൽസും നല്ല രസമായിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സരിഗമപ്പാല് എനിക്ക് തോന്നുന്നു സുജാത ചേച്ചിയും ഷാനിക്ക, ഗോപിച്ചേട്ടൻ അവരുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആക്ച്വലി സുജാച്ചയുടെ ടീമിലായിരുന്നു, സുജുസ് ബത്ലഹേം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചേച്ചി ഭയങ്കര സ്വീറ്റാ. അത് ഈ പറയുന്ന പോലെ അത് ഷോ കഴിഞ്ഞാലും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ചേച്ചിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ച് മെസ്സേജ് അയക്കും. അത് ആ കാണുന്ന ആളെങ്ങനെയാണോ അത് തന്നെയാണ് ലൈഫിലും. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. ഇവരുടെ കോംബോ ഭയങ്കര രസമായിരുന്നു. ഷാനിക്ക ജീവ കോംബോ ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കര ഓളായിരുന്നു ആ ടൈമില്. നമ്മുടെ ഉള്ളിലത്തെ പേടിനെ കംപ്ലീറ്റ് മാറ്റി അല്ലേ? ടെൻഷൻ ഉണ്ടായില്ല അവിടെ. ആ ഷോ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുമ്പോ നമുക്ക് എന്തായിരുന്നു തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ലെസൺ? അല്ല, ഹാപ്പിനെസ് ആണ് അവിടെ ഭയങ്കര. അതിപ്പോ നമ്മള് കണ്ടസ്റ്റൻസിന്റെ ഇടയിലാണെങ്കിലും ആ ഒരു മത്സരത്തിന്റെ ഒരു ഭയങ്കര പരിപാടി ഒന്നും തോന്നിയിട്ടില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ആരുടെ ആയാലും ഇപ്പൊ എനിക്ക് ജയിക്കണം, എനിക്ക് ഇതാവണം, കോമ്പറ്റീഷൻ സ്പിരിറ്റ് അങ്ങനെ കുറവാണ്, അത്രയും ഉണ്ടായി. പിന്നെ ഇവരാണെങ്കിലും ഒരുപാട് മിസ്റ്റേക്സ് അങ്ങനെ പറയില്ല. അവിടെ ഇങ്ങനെ പോയി. പക്ഷെ ഓവറോൾ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടെല്ലാം അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ശരി. അതാണ് ആ ഒരു പരിപാടി അത്ര ഹിറ്റ് ആവാനും കാരണം. ശരിക്കും ഭയങ്കരമായിട്ട് കാരണമുള്ള ഒരു മെയിൻ കാരണം ആ ഒരു ഫൺ അവിടെ നിൽക്കുന്നോണ്ടാണ്. ഹാപ്പിനെസ്സും ഫണ്ണൊക്കെ നിൽക്കുന്നുണ്ട്. അതെ അതെ അതെ. അയ്യോ അത് ഭയങ്കര പുള്ളി ഓൺ ടൈം അങ്ങനെ. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് പിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പുള്ളിക്ക്. പക്ഷെ 2-3 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങോട്ട് കംഫർട്ടബിൾ ആയപ്പോ അതെ അതെ പിന്നെ എന്തും കാണിക്കാൻ നിങ്ങൾക്ക് വല്ല ഫീൽ ചെയ്യുമെന്ന് ഓർത്തിട്ടായിരിക്കും. അതെ അതെ. പിന്നെ നമ്മുടെ ഒരു മൊത്തം കണ്ടസ്റ്റൻസും എല്ലാവരും ഭയങ്കര ജെല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ കൗണ്ടർ അടിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് കൗണ്ടർ അടിക്കും, തിരിച്ചുവിടുന്ന കൗണ്ടർ അടിക്കും. അങ്ങനെ മൊത്തത്തില് ആകെ അലമ്പ് കൂട്ടം. ഈ ഗ്രൂമിംഗ് സെഷനൊക്കെ നല്ല അത് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര. ഇപ്പൊ ഞാൻ സ്റ്റാർ സിംഗിൾ ഗ്രൂമറായിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിന് പരിപാടി അറിയാം. കാരണം പണ്ട് നമ്മൾ കയറുമ്പോൾ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോട്ടലിൽ ചെല്ലുന്ന സമയത്ത് ഒരു റൂമിലായിരിക്കും ഗ്രൂമേഴ്സ് എല്ലാവരും ഉണ്ടാവാം. അപ്പൊ നമ്മള് ആ റൗണ്ടിൽ ഏത് പാട്ടാണ് പാടുന്നത് നേരെ റൂമിൽ കേട്ടാ പാട്ട് പാടാം. റൂമിൽ കയറുമ്പോ തന്നെ 12 പേര് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അവരുമ്പിൽ പാടണ തന്നെ വലിയൊരു പണിയാണ്. കാരണം നമ്മളിത് പാടുമ്പോൾ 12 അഭിപ്രായം കേൾക്കാം. പല 12 ഗ്രൂമേഴ്സ്. നിങ്ങൾ ഒരാളോ? നമ്മള് കണ്ടസ്റ്റൻസ് ആയിട്ട്. കണ്ടസ്റ്റൻസ് എത്ര പേരുണ്ടാവും റൂമില്? അല്ല, ഓരോരുത്തരായിട്ട് പോയിട്ട് പാടിയിട്ട് വരികയാണ്. അപ്പോ മെയിൻ ആയിട്ട് രണ്ട് ഷെരീഫ് ക്യാമ്പ് ചേട്ടൻ എപ്പോഴും മെയിൻ ജൂറി ആയിട്ടുണ്ടാവും. ബാക്കി ഓരോ കുട്ടികളെ അസൈൻ ചെയ്ത് അങ്ങനെ ആൾക്കാർ. അപ്പൊ എല്ലാവരും ഇപ്പൊ ഉണ്ടാവും പാട്ട് കേൾക്കാനായിട്ട്. പാട്ട് കേൾക്കുമ്പോ എല്ലാവരും മുമ്പിൽ പാടില്ല. അപ്പൊ നമുക്കൊരു സാധനം വരുമല്ലോ, ടെൻഷൻ ഇതുണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് അതൊന്ന് ആ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഓൺ സ്റ്റേജ്. അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ഈ സെലക്ഷൻ ഓഫ് സോങ്സ് നിങ്ങൾ തന്നെ ചെയ്യുമോ? ചിലത് നമ്മൾ മിക്കതും അവിടെ നിന്നായിരിക്കും. നമുക്ക് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ചോദിക്കും, ചിലത് അവർ സെലക്ട് ചെയ്ത് അങ്ങനെ നിങ്ങളുടെ സൗണ്ട് നോക്കിയിട്ട് അവർ സെലക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ജോണർ ഏതിലുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് തരും. അങ്ങനെ ട്രൈ ചെയ്യാത്ത ജോണർ ഏതായിരുന്നു പാടിയത്?
ഞാൻ എല്ലാട്ടും പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരിങ്ങനെ തരും ഈ പറയുന്ന പോലെ ഇപ്പൊ സെമി ക്ലാസിക്കൽ ഇവൻ അധികം പാട്ടില്ലെന്നുണ്ടെങ്കിൽ സെമി ക്ലാസിക്കൽ കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹിന്ദി സോങ് ഇപ്പൊ മലയാളം മാത്രം പാടുന്ന ആളുണ്ടാവും. അപ്പൊ ആളുടെ ഹിന്ദി ഡിക്ഷനൊക്കെ എങ്ങനെയുണ്ട്, അതിന് പ്രശ്നമുണ്ടോന്ന് അറിയാൻ വേണ്ടി അങ്ങനത്തെ പാട്ടുകൾ കൊടുക്കും. അതാണ് ഇപ്പോൾ സ്റ്റാർ സിംഗർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെമി ക്ലാസിക്കൽ പാടാത്ത ആളുണ്ടെങ്കിൽ ആൾക്കൊരു സെമി ക്ലാസിക്കൽ കൊടുത്ത് ആളത് പാടാൻ ഓക്കെയാണ്, അങ്ങനെയൊക്കെ നോക്കും. എല്ലാവർക്കും ചലഞ്ച് കൊടുക്കുക, അതാണ് മെയിൻലി ഒരു പരിപാടി. ഈ പഴയ പെർഫോമൻസ് കാണുമ്പോ എന്തെങ്കിലും തോന്നാറുണ്ടോ, അയ്യോ എനിക്കിത് നന്നാക്കായിരുന്നു തോന്നാറുണ്ട്. ഇപ്പൊ തോന്നാറുണ്ടല്ലോ ചില പാട്ടുകൾ നമ്മൾ അന്ന് കേൾക്കുമ്പോ ഉദ്ദേശിച്ചൊരു വ്യൂ അല്ല ഇപ്പൊ കിട്ടും നമുക്ക് കേൾക്കുമ്പോ. അപ്പോൾ അന്ന് ഇത് ഇങ്ങനെ പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നല്ലോ എന്നൊക്കെ തോന്നണം, അതുള്ളൂ. പിന്നെ ചിലത് നമുക്ക് ഇത് ഇങ്ങനെ പാടിയിരുന്നല്ലേ നീ അങ്ങനെ തോന്നും. ഹരിമുരളിയിലൊക്കെ ഞാൻ ആ സ്റ്റേജിൽ പാടിയത് അതിന്റെ പെർഫെക്ഷൻ പിന്നെ അവിടെ പാട്ടും കിട്ടിയിട്ടില്ല. അതെങ്ങനെ അന്ന് ഭയങ്കര പെർഫെക്ഷൻ എങ്ങനെയോ വന്നത്, പിന്നെ അവിടെ സ്റ്റേജിൽ പാടില്ല ആ ഒരു പെർഫെക്ഷൻ എനിക്ക് അവിടെ തോന്നിയിട്ടില്ല. സ്റ്റേജിൽ ചെന്നിട്ട് പാടുമ്പോ ഇംപ്രൂവൈസേഷൻ ചെയ്തിട്ടുണ്ടോ വല്ല പാട്ടിനും? സരിഗമപ്പയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നണില്ല. ഓൺ സ്റ്റേജ് നമ്മൾ കുറെ അടിക്കും. ഓൺ സ്റ്റേജ് നമുക്ക് നമ്മളാരും കുറ്റം പറയില്ല. അതെ അതെ, സരിഗമപ്പയിൽ നമുക്ക് നോക്കിയും കണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ പല അഭിപ്രായങ്ങൾ വരും. അപ്പൊ നമ്മൾ ഗ്രൂമിങ്ങിൽ ആദ്യമേ അത് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കുറച്ച് നാള് പാടുന്നുണ്ടെന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം കോമ്പറ്റീഷനിൽ അത് പറ്റുള്ളൂ. ലൈവ് അടിക്കൽ കുറച്ച് പണിയാണ്. ഗ്രൂമേഴ്സിനോട് പറയോ ഞാൻ ഇങ്ങനെ അപ്പൊ അവരും പറയും ഇൻപുട്ട് ഇട്ടോളാൻ പറയും, നമ്മുടെ ഇൻപുട്ട് ഇടാൻ പറയും. അപ്പൊ നമ്മൾ അതിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഇംപ്രൂവൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് കേൾപ്പിക്കും. അപ്പൊ ഇത് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞ്, ചിലത് ഓക്കെ പറയുന്നത് നമ്മൾ അവിടെ പാടൂല, സ്റ്റേജിൽ പോയിട്ട് ഓൺ സ്റ്റേജ് പാടും. അത് കഴിഞ്ഞിട്ട് ഇത്രയും ഒരു 6-7 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ടോപ്പ് സിംഗറിലല്ലേ ഇപ്പൊ ഗ്രൂമറായിട്ട്, സ്റ്റാർ സിംഗറിൽ ഗ്രൂമറായിട്ട് നിൽക്കുന്നത്. അതെ അതെ, അതെങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അത് ഭയങ്കര രസമല്ലേ. ആക്ച്വലി ഒരു മറ്റേ പ്രിവിലേജ് കൂടി, അതൊരു ക്ലാസ് അപ്പായി. അതിന്റെ ഒരു പരിപാടി അവിടെ ഉണ്ട്, നമ്മളൊന്നൊരു സാധനം അപ്പായ പരിപാടി ഉണ്ട്. അപ്പൊ നമ്മളുടെ കണ്ടസ്റ്റൻസിനെ കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും. ഓ എന്ത് കഷ്ടപ്പാടാണെന്നുള്ള സാധനം കാണാൻ പറ്റും. പക്ഷെ ഭയങ്കര രസമാണ്, ഒരു ഫാമിലി പോലെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്, ഭയങ്കര രസമാണ്. അത് ഇതേപോലെ ഓരോ കണ്ടസ്റ്റന്റ് ഗ്രൂം ചെയ്യാൻ. അതെ അതെ, അപ്പൊ നമുക്ക് കണ്ടസ്റ്റന്റ് ഉണ്ടാവും, അപ്പൊ ആളെ പാട്ട് നോക്കാം, ആളെ പാട്ട് സെലക്ട് ചെയ്യാം, അതൊക്കെ പരിപാടി. അല്ല അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. കാരണം നമ്മൾ വൺസ് ഒരു കുട്ടിയായിരുന്നു. എന്തൊക്കെയാ നിങ്ങളൊരു സിംഗറിലെ ക്വാളിറ്റീസ് ഒക്കെ കാണുന്നത് ഒരു സിംഗറിന് വേണ്ട ഗ്രൂം ചെയ്യുമ്പോ? ക്വാളിറ്റീസ് ഇപ്പോൾ മിക്ക സിംഗേഴ്സിനും കാണുന്നത്, ഇപ്പോൾ ചില ആൾക്കാർ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത പാട്ടുകാരുണ്ടാവും. അപ്പൊ അതിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പാട്ടുകാരുണ്ട്, സ്റ്റേജ് ഒക്കെ ചെയ്ത്. അപ്പൊ അവർക്കാണ് ടെൻഷൻ ഉണ്ടാവില്ല. അതിലുള്ള ചില കണ്ടസ്റ്റൻസിന് ഈ പറയുന്ന പോലെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാനുള്ള മെയിനായിട്ട് ഗ്രൂമിങ്ങിൽ നമ്മൾ നോക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഓൺ സ്റ്റേജ് ഇവർ ഈ ലൈറ്റും പരിപാടി കാണുമ്പോൾ ആക്ഷൻ പറയുമ്പോൾ പെട്ടെന്നൊരു ടെൻഷനും വേറെ ആയി വരും, അങ്ങനെ പാട്ട് മൊത്തം ഡൗൺ ആയി പോകുന്ന. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ മേക്കപ്പ് ചെയ്യുക, പിന്നെ അവരെ കംഫർട്ട് സോണിൽ അവരെ നിർത്തുക, അതൊക്കെയാണ് മെയിനായിട്ട്. ഇപ്പൊ ടെൻഷൻ വരുന്ന കുട്ടികളടുത്തൊക്കെ ടെൻഷൻ മാറ്റി കൊടുക്കാനുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ പറയും ഒന്നും നോക്കണ്ട, ഇതുള്ളൂ 5 മിനിറ്റ് ഉള്ളൂ, വെറുതെ എന്തിനാണ് ആ സാധനം പറയും. ചിലർക്ക് ടെൻഷൻ അടിക്കണ്ടോ, അങ്ങനെ അതിൽ കാര്യമില്ല. ഞാൻ പറഞ്ഞു നിനക്ക് തോന്നണ പാടിക്കോ, ആരെന്ത് പറഞ്ഞാലും നോക്കണ്ട, 5 മിനിറ്റ് വരെ അങ്ങനെ പറയും ഞാൻ. അപ്പൊ അതില് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അത് അവരെന്നെ വിചാരിക്കണം. ചില നമ്മൾ വിചാരിച്ചാലും ഇപ്പോഴും എനിക്ക് ചില സ്റ്റേജിൽ കയറുമ്പോൾ ഒരു ടെൻഷൻ വരാറുണ്ട്. അത് വിചാരിച്ചാലും നമ്മുടെ കയ്യിൽ നിൽക്കൂല, നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു പടപ്പ് വെറുതെ വരും. അപ്പൊ അത് ഇപ്പോഴും സ്റ്റേജ് കയറുമ്പോ ഒരു ഫസ്റ്റ് സ്റ്റേജ് കയറുന്നതിന്റെ ഒരു ചെറിയൊരു കയറുമ്പോ ലൈവ് ഷോയിലും കുഴപ്പമില്ല, സെറ്റുകളിൽ കയറില്ല. ഇപ്പൊ നമ്മള് ഇങ്ങനെ മത്സരത്തിന്റെ സെറ്റിലൊക്കെ കയറുമ്പോ അതിപ്പോ നമ്മൾ വെറുതെ പാടാനായിട്ട് കയറാനാണെങ്കിലും ചെറിയൊരു ടെൻഷൻ എവിടെ നിന്ന് വരും. അതൊന്നും അറിയില്ല, അതാ എന്തൊരു അല്ല അത് ആരോഗ്യം അതൊന്നും സെറ്റ് ആവണ വരെ ഉണ്ടാവുക ടെൻഷൻ. ലൈവ് സ്റ്റേജിലൊന്നും കുഴപ്പമില്ല, എല്ലാം അങ്ങോട്ട് ഒറ്റടി, വേറെ നോക്കാറില്ല. വിദ്യാസാഗറിന്റെ കൂടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് പെട്ടെന്ന് വന്നൊരു കോളായിരുന്നു. ഞാൻ ഈ പറയുന്ന പോലെ ഈ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ഷോസ് ഇങ്ങനെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അയ്യോ നമുക്കൊരു ഡബിൾ മൈൻഡ് വരുമല്ലോ, ഇപ്പോ വേറെ എന്തെങ്കിലും ചെയ്യണോ, ഐ മീൻ അങ്ങനെയല്ല, മ്യൂസിക്കിൽ തന്നെ വേറെ എന്തെങ്കിലും പരിപാടി തുടങ്ങിയാലോ എന്നുള്ള പരിപാടിക്ക് വരും. ഷോസ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ പോരല്ലോ എന്നുള്ള സാധനം എന്തെങ്കിലും ചെയ്യാന്നുള്ള പരിപാടി. അപ്പൊ നമുക്കൊരു പുഷില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ വിദ്യാജ മാനേജറുടെ കോൾ വരുന്നത്, ഇങ്ങനെ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് വിദ്യാജി ഇങ്ങനെ പറഞ്ഞു നിന്റെ വോയിസ് ഇഷ്ടമായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോടൊരു ഡേറ്റ് പറഞ്ഞു. അപ്പൊ ആ ഡേറ്റിൽ ഞാൻ ഓസ്ട്രേലിയ പോയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആ ഡേറ്റിൽ ഓസ്ട്രേലിയ പോകണം, ഷോയ്ക്ക് വേണ്ടി പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ചോദിച്ചിട്ട് വിളിക്കാന്നിട്ട് പറഞ്ഞു മറ്റന്നാൾ വരാൻ പറഞ്ഞു. ഇന്ന് വിളിച്ചിട്ട് ഇന്ന് വൈകുന്നേരം വിളിക്കുന്നത്, മറ്റന്നാൾ രാവിലെ എത്താൻ പറഞ്ഞു. അപ്പൊ മറ്റേ പെട്ടെന്നായല്ലോ. അപ്പൊ എനിക്ക് ആകെ ഓക്കെ ഞാൻ എന്തായാലും വരാം എന്നുള്ള മൂടില്ല. മറ്റേ എനിക്ക് ഷോ ഉണ്ടായിരുന്നു, ആ ഷോ ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ അവരോട് കുറെ സോറി ഒക്കെ ഭയങ്കര സംഭവമാണ്, വിദ്യാചരൊക്കെയാണ്. അപ്പൊ വേറെ വിളിച്ച് റീപ്ലേസ് ചെയ്ത് രാവിലെ ഇവിടുന്ന് ഫ്ലൈറ്റ് ഞാൻ പോയി, അവിടെ എത്തി. പുള്ളിനെ കണ്ടപ്പോ നമുക്കെന്നാ ഞാൻ പുള്ളി എന്ന് പറഞ്ഞ ലെജൻഡ്, നമ്മളങ്ങനെയാണല്ലോ. ഇപ്പൊ റഹ്മാൻ സാറ്, വിദ്യാജി, ആ ഒരു കാറ്റഗറി വേറെ തന്നെയാണ്. അതിൽ വിദ്യാജി വേറെ തന്നെയാണ്.
നമ്മൾ പണ്ട് പോലെ കേൾക്കുന്ന കുറെ പാട്ടുകൾ ക്രിയേറ്റർ ആണ്. അപ്പൊ ഞാനൊരു 10 മണിക്ക് എത്തി, 12 മണിയപ്പോ പുള്ളി വന്നു. അപ്പൊ നമ്മളെ മൊത്തം ഇങ്ങനെ മറ്റേ അന്താളിച്ചിരിക്കുക പുള്ളിനെ കണ്ട രീതിയിൽ. പുള്ളി വന്നിട്ട് പാട്ടൊക്കെ പുള്ളി ഹാർമോണിയം വെച്ച് പുള്ളി പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ശരിക്കും പോയി പാട്ട് പഠിച്ചോ, ഞാൻ എത്ര വട്ടം വേണമെങ്കിലും പാടിത്തരും, 10,000 1 ലക്ഷം വട്ടം വേണമെങ്കിലും ഞാൻ പാടിത്തരും, പക്ഷെ പാട്ട് വൃത്തിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ പോയി ഞാൻ ഒറ്റയ്ക്കിരുന്ന് പാട്ടൊക്കെ പഠിച്ചു. റെക്കോർഡ് ചെയ്യാൻ പുള്ളി തന്നെ ഇരുന്നു ഫുൾ ടൈം, വിദ്യാസാഗർ സാർ തന്നെ ഇരുന്നു. വേറെ ഇപ്പോ ചില ഇതിലൊക്കെ അവർ എഞ്ചിനീയേഴ്സ് ആയിരിക്കും ഇരിക്കണ്ടാവുക, പക്ഷെ ഇത് വിദ്യാജി മാത്രം. കൺസോളിൽ സ്റ്റുഡിയോയിൽ വിദ്യാജി, ഇവിടെ ഞാൻ. അങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിച്ച് ഇത് ഫുൾ ടൈം. അത് അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അപ്പൊ അതിൽ ഈ പറഞ്ഞ കുറെ സംഗതികൾ ഞാൻ എന്റെ ഇന്റർപ്രഷൻ കൊടുക്കുമ്പോൾ പുള്ളി പറയുന്നത് അത് വേണ്ട, നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് പാടാം. അപ്പൊ അങ്ങനെ പാടി ചിലപ്പോൾ റെസ്റ്റ് എടുക്കണോ നോക്കി. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറയുമ്പോൾ റെസ്റ്റ് എടുത്തു പറഞ്ഞിട്ട് ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്ത് വന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 7:30 വരെ പോയിരുന്നു. 11:30 12 to 7:30 വരെ പോയി. അത് കഴിഞ്ഞിട്ട് സെറ്റായി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും എനിക്കിത് കൺഫേം ആയി. അപ്പൊ എനിക്ക് വേറെ ഒന്നുമില്ല, എനിക്ക് ഈ പറയുന്ന പോലെ വിദ്യാജനെ ഒന്ന് കാണാം. എനിക്ക് തോന്നുന്നു ആ സ്റ്റുഡിയോ ആണ് അവിടെ, വർഷവല്ലിക്ക് സ്റ്റുഡിയോ ആണ്, അവിടെയാണ് നമ്മുടെ സംരംഭം പത്തിലേം തൊട്ടുള്ള പുള്ളിയുടെ എല്ലാ വർക്കുകളും റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ ഒന്ന് പാടിയ പല ആൾക്കാരും അവിടെയാണല്ലോ പാടിയിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് പാടാൻ പറ്റി എന്നുള്ളൊരു സംഭവം. പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്ത് പുള്ളിയുടെ ഒരു റൂം ഉണ്ടായിരുന്നു, മറ്റേ ഒരു മെത്തേക്ക് വിരിച്ചിട്ട് മറ്റേ പഴയ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു പരിപാടിയില്ലേ, മറ്റേ കവാലി ചെയ്യുന്ന പോലത്തെ, അതാണ് പുള്ളിയുടെ കമ്പോസിംഗ് റൂം. അപ്പൊ അത് കണ്ടു. അപ്പൊ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയൊരു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫോർമോളില് അതിന്റെ ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് വന്നപ്പോൾ പുള്ളി നമ്മളെ പറ്റി ഭയങ്കരമായിട്ട് ആൾക്കാർ മുമ്പിൽ നമ്മളെ പറ്റി പറഞ്ഞു ഭയങ്കരമായിട്ട്. അപ്പൊ അത് ഭയങ്കര അയ്യോ, അതാദ്യം പുള്ളി പറയാൻ വിട്ടു. പുള്ളി എല്ലാരും പറഞ്ഞു, പ്രൊഡ്യൂസറിനെ പറഞ്ഞു, ലിറിക്സ് റൈറ്റർ എല്ലാരും പറഞ്ഞു, എല്ലാരും സ്റ്റേജിൽ വന്ന് പോയി. എന്നിട്ട് പുള്ളി പെട്ടെന്ന് മറന്നുപോയതും. പുള്ളി മൈക്ക് മേടിച്ചിട്ട് ഞാനുള്ളത് പറയാൻ വിട്ടുപോയി എന്നിട്ട് എന്നെ പറ്റി ഓർത്ത് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇതായി. പിന്നെ പുള്ളി ഇവിടെ വന്ന് പിന്നെയും ആ പാട്ട് സ്റ്റേജിൽ പാടി. അങ്ങനെയൊക്കെ ഭയങ്കര അതെ. അപ്പൊ ആ ടൈമിൽ നമുക്കൊരു പുഷ് കിട്ടി. അപ്പൊ നമ്മള് സെറ്റാണ്. പുള്ളി ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഒരു നമ്മുടെ വോയിസ് കണ്ടിട്ട് ഏതൊരു പാട്ട് പാടിയ വോയിസ് അങ്ങനെ ഇഷ്ടപ്പെട്ട് വിളിച്ചു. പുള്ളി പുതിയ വോയിസിന് ഒരുപാട് തേടി നടക്കാണ്. അപ്പൊ യൂത്തിൽ എനിക്ക് ഒരു 5-6 പേര് പുള്ളി ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നുകൂടി പുള്ളി കേട്ടിട്ട് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വോയിസ് എന്ന് പറഞ്ഞിട്ട് എടുത്താണ്. അപ്പൊ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് മൊമെന്റ് ആണ്. അതൊരു പുഷായിരുന്നു ലൈഫില്. നമുക്ക് ഒന്നുകൂടി ഇനി പരിപാടി ഉണ്ടല്ലോ എന്നുള്ള സാധനം വന്നു.